ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നും ഇങ്ങനെ റൈസ് അരി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ചേഞ്ച് വരുത്തിയാലോ എന്ന്. പക്ഷെ ഇന്നലെ തോന്നിയതാ കേട്ടോ, എന്നും അങ്ങനെ തോന്നൂല. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ചതാണ്. അപ്പോൾ ഞാൻ മോർണിംഗിൽ തന്നെ ഒരു ബട്ടർ കോഫി ഉണ്ടാക്കി, അതുപോലെ തന്നെ 2 കോഴിമുട്ട പുഴുങ്ങിയതും. അപ്പോൾ ബട്ടർ കോഫി നിങ്ങൾക്കറിയില്ലല്ലോ എന്താണ്. നമ്മൾ കോഫി ഉണ്ടാക്കുക, അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബട്ടർ കോഫി നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഉച്ച വരെ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ നമുക്ക് പിന്നെ ഒരു ഫുഡും വേണ്ടി വരില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ബട്ടർ കോഫി. അപ്പോൾ ഇന്നലെ ഞാൻ 2 കോഴിമുട്ടയും അതുപോലെ തന്നെ ഈ ബട്ടർ കോഫിയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് വിശപ്പ് തന്നെ ഇല്ല, ഒരു 1 മണി വരെ എനിക്ക് വിശന്നിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും അത് കഴിക്കാമെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ഒരു ഫുഡിൻ്റെ രീതികളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കണത്. അപ്പോൾ പിന്നെ വിശക്കണ തന്നെ ഉച്ചക്ക് പിന്നെ ഒന്നും വേണ്ട തോന്നി. അപ്പോൾ പിന്നെ ഉച്ചക്ക് എന്തൊക്കെ പിന്നെ വീട്ടിലുള്ളത് നോക്കി. അപ്പോൾ ഏതായാലും ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു 1/2 കോരി ചോറെടുത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് മുതിര, അതുപോലെ 4 കാടമുട്ട, പിന്നെ എന്തുണ്ട് കുറച്ച് ക്യാരറ്റ്, അതുപോലെ പയറ്, സവാള ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടിയും കൂട്ടിയിട്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ അച്ചാർ വേണമെങ്കിൽ എടുക്കട്ടോ, എനിക്ക് ഒരു എരിവിനും പുളിക്കൊക്കെ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഉച്ചക്ക് ഇന്നലെ അതാണ് കഴിച്ചത് കേട്ടോ. കുറച്ച് ചോറ്, അതായത് അതിലുള്ള ഉപ്പേരികളൊക്കെ കുറച്ച് അതിൻ്റെ അളവ് കൂട്ടിയെടുത്തു. മുതിരൻ്റും അതുപോലെ പച്ചക്കറി ഉപ്പേരികളും ഒക്കെ. അപ്പോൾ പച്ചക്കറി ഉപ്പേരി നമുക്ക് ഓപ്ഷനാണ്, ഏതൊക്കെ ഉപ്പേരികൾ വെച്ചാൽ അതൊക്കെ എടുക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു. ആ മുതിരയും അതുപോലെ പച്ചക്കറിയും പിന്നെ അച്ചാറും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറും, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമ്മളെ ചോറിൻ്റെ അളവ് കുറയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് ചോറും പിന്നെ കുറച്ച് കൂട്ടാനും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ ഡെയിലി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഹെൽത്തി ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. വൈകുന്നേരം പിന്നെ ഞാൻ ടീ ഒന്നും കുടിച്ചില്ല കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് ഓട്സ് ഉണ്ടാക്കി. അപ്പോൾ ഓട്സ് അങ്ങനെ കുടിക്കാൻ മടിയാവുക. അപ്പോഴാണ് പിന്നെ ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട്, അതുപോലെ കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങനെ കുടിക്കുക ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓട്സിൽ വേറെയും ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ ഡെയിലി നമുക്കിപ്പോൾ ഇതുപോലെ പോകാൻ കഴിയില്ല, എന്നാലും നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ചില സമയമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫുഡ് കഴിക്കണ രീതിയൊക്കെ ഒന്ന് മാറ്റിയാൽ നമ്മളെ ശരീരത്തിൽ വല്ലാതെ അസുഖമൊന്നും ഉണ്ടാവില്ല, നമ്മളെ ശരീരം ഹെൽത്തി ആവും ചെയ്യും. അപ്പോൾ ഇന്നലെ അത് ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തോ ഒരു ബിസി കൂടി അങ്ങനെ കടന്നു പോയി. ഡെയിലി ചെയ്യാൻ പറ്റിയിട്ട് ഇന്നലെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ.